2 ലക്ഷത്തിന് വേറൊരു പാർട്ടിയെ കൊണ്ട് കച്ചേരി നടത്തി. വാസവന് കച്ചേരി എന്താ, ഗാനമേള എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലായില്ല, ആരോ കച്ചേരി നടത്തുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കി. വിഗ്രഹം പിന്നെ സ്വർണത്തിലൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല, ബാക്കി എല്ലാം കൊണ്ടുപോയി. അയ്യപ്പ സംഗമത്തോടുകൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി. ഇവിടെ ഇന്ന് പ്രശാന്തിൻ്റെ വക, PS പ്രശാന്തിൻ്റെ വക സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആകെ 4 കോടി ചിലവായിട്ടുള്ളൂ, 4 കോടി സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആരാണ് ഹൈക്കോടതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചാരാ? ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് 3,40,00,000 നഷ്ടം ദേവസ്വം ബോർഡിനുണ്ടായിരുന്ന. ഈ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച നിർദ്ദേശം എന്ന് പറയുന്നത് കാൽ കാശ് ദേവസ്വം ബോർഡോ സർക്കാർ എടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ കാശെടുക്കും? ഇത്രയും കോടി ചെലവഴിച്ച് എന്താ പറയേണ്ടത്, ഈ സംഗമത്തിന് എത്ര 500 കട്ടിലോ എത്ര അതിൻ്റെ കണക്ക് കണ്ടു. എന്താ കിടന്നുറങ്ങാനാണോ സംഗമം സംഘടിപ്പിച്ച്? എന്തിനാ കട്ടിലെന്തിനാ അവിടെ? സ്റ്റേജ് കെട്ടുന്നതിന് ഒരു കട്ടിലാണോ കൊണ്ടുവിട്ടത്? മുഖ്യമന്ത്രിക്ക് അവിടെ വരാൻ ഇത്ര ലക്ഷം. മുഖ്യമന്ത്രിയുടെ യാത്ര എല്ലാവർക്കും അറിയാം, ഏത് മുഖ്യമന്ത്രി വന്നാലും സംസ്ഥാന സർക്കാരല്ലേ ഫണ്ട് ചിലവാക്കുന്നത്. അതിന് കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ചിട്ടല്ലേ TA കൊടുക്കുന്നത്. അതിന് മുഖ്യമന്ത്രിനെ കൊണ്ടുവരാൻ ഇത്ര ലക്ഷം ചിലവ്. അയ്യപ്പ സംഗമത്തിന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ കുമരകം പോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ, അല്ല മറ്റേ വൻകിട ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ ലക്ഷങ്ങൾ മുടക്കി താമസം ബുക്ക് ചെയ്താരാ? സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ. ഇപ്പം സംസ്ഥാന സർക്കാരെല്ലാം നടത്തിയെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് എന്ത് അടിസ്ഥാനത്തിൽ മുറി ബുക്ക് ചെയ്തു? അത് അദ്ദേഹം ചെയ്യാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.